അടുത്ത വർഷത്തേക്ക് മെസ്സിനെ കൊണ്ടുവരാൻ ഗവൺമെന്റിന്റെ ഭാഗത്തൊരു നീക്കം വരുന്നുണ്ട്. പക്ഷേ പലരും പറയുന്നത് മെസ്സി പോലെ ഒരു പ്ലെയർ ഇവിടെ കൊണ്ടുവരാനുള്ള സ്റ്റേഡിയം ഇവിടെ ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ബോച്ചെ 1000 ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട്. മറഡോണയുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയിൽ പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി. ആ സമയത്താണ് മെസ്സിയും മറഡോണയും തമ്മിൽ തെറ്റിയത്. അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ല എന്നായതുകൊണ്ട് അന്ന് അത് മാറ്റി വെച്ചതാണ്. അല്ലെങ്കിൽ അന്ന് രണ്ടുപേരും ഞാൻ ബ്രാൻഡ് അംബാസഡർ ആക്കാനുള്ള പ്ലാനായിരുന്നു. ആദ്യം കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഒരു സ്റ്റേഡിയം പണിത് മുഴുവനാക്കിയതിന് ശേഷം കൊണ്ടുവരാനാണോ നല്ലത്? അത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ കൊണ്ടുവരാനാണോ? അല്ല, ഞാൻ കൊണ്ടുവരുമ്പോൾ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടുവരുള്ളൂ. ഒരു ഓപ്ഷൻ വയനാടാണ്, അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എനിക്കൊരു 62 ഏക്കർ ഭൂമിയുണ്ട്, അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം, അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു 1 ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക. പിന്നെ അതിന് ശേഷം അർജന്റീനിയൻ കോച്ചസിനെയൊക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിൽ എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് കുറച്ച് പേര് ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതിനൊക്കെ വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും സ്പോർട്സ് അല്ല, ആരെന്ത് ചെയ്താലും ഐ ഡു സപ്പോർട്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ അത്. കോച്ച് ഒരുപാട് നല്ല പ്രവർത്തികൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സെയിൽസ് ഗേൾസിൻ്റെ ഒരു വീട് ജപ്തി ആയ സമയത്ത് അവരുടെ ഫുൾ കടങ്ങളൊക്കെ വീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. ഇപ്പം ഒരു ഹൈപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റം ശരിക്കും ഉണ്ടോ? അങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നു. അല്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കുറച്ച് പേര് അതിനെ ഇതാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് ടു തിരുവനന്തപുരം 812 കിലോമീറ്റർ ഓടുമ്പോൾ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി വഴി 13-14 കോടി രൂപയാണ് ചെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അന്ന് പോലും അതിനെതിരെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 100 കോടി രൂപയോളെങ്കിലും എൻ്റെ ഒരു 10-25 വർഷത്തിനുള്ളിൽ ചാരിറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്ന് പ്രതീക്ഷിക്കണം, കുറച്ച് പേരെങ്കിലും നമ്മളെ അത് നെഗറ്റീവായിട്ട് പറയുമെന്ന് നമുക്ക് മനസ്സിലായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കൊരു വിഷമം അതിലുണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്, അത് വേണം. എല്ലാവരും പോസിറ്റീവായ പിന്നെ എന്താണ്, നെഗറ്റീവ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കൊരു എനർജി മുമ്പോട്ട് പോകാൻ. അത് പൈസ കൊടുത്താൽ കിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം. ബാക്കി സുഖങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഇത് അതുക്ക് മേലെ കിട്ടുന്ന ഒരു എനർജിയാണ്, ശരിക്കുള്ളൊരു വികാരമാണ് അത്. അതെനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെന്ത് പറയുന്നതെന്നൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരവുണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ധാരാളം മതിയല്ലോ. പക്ഷേ ഇതേപോലെ തന്നെ നമ്മുടെ സർക്കാർ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും അത് നടപടിയായിട്ടില്ല. പലർക്കും വീട് ദാനം കൊടുക്കുന്നു, വീട് പണിതാനം പല സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പലതും നടപടിയായിട്ടില്ല. ഇത്രയും ഫണ്ടുകൾ നമ്മൾ ചാരിറ്റിക്കായിട്ട് ഒരാൾ ഇടുമ്പോൾ പോലും നമ്മുടെ സർക്കാർ എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നശിപ്പിക്കുക എന്നുള്ള സ്കീമല്ലേ അവർ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഇവിടെ ഇപ്പം അങ്ങനത്തെ ഒരു സ്കീമിന് സ്കോപ്പില്ല. കാരണം ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനെ കുറിച്ചിട്ട് പ്ലസ് മൈനസ് ഒന്നും പറയാനുള്ള ഇതില്ല. പിന്നെ ഓരോ സ്റ്റേറ്റിനും രാജ്യത്തിനും അവരുടേതായ പരിമിതികൾ ഉണ്ടാവും, പ്ലസ് മൈനസുകളൊക്കെ ഉണ്ടാവും. 100% എന്ന് ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഏരിയ ആയതുകൊണ്ട്
എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാൻ താല്പര്യമില്ല. അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഏത് ഗവൺമെൻറ് ആയാലും ഒക്കെ പ്ലസ് മൈനസുകൾ ഉണ്ടാവാറുണ്ട് കുറച്ചൊക്കെ. പിന്നെ നമ്മളൊക്കെ ഗവൺമെൻറ് എന്ന് മാത്രമല്ല എല്ലാവരും ചേർന്ന് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു കടമയാണ്. ആര് ഭരിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗമാണ്. ഗവൺമെൻറ് മാത്രമായിട്ട് 100% കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്? ഒരു സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടില്ലേ? അതുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ദുശീലമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും 2-3 പറയാൻ വേണ്ടേ? ശീലമായിപ്പോയി. പല ശീലങ്ങളിൽ ഒരു ശീലം എന്നേ ഉള്ളൂ. ശരിക്കും ചെയ്യണം, തെറ്റാണ് എങ്കിലും അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു ശീലം. കേരളത്തിലെ മുഴുവൻ പാർട്ടിയോടുള്ള വിയോജിപ്പാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ പാർട്ടിക്കാരോടും എല്ലാവരുമായിട്ട് വളരെ അടുപ്പാണ്. എനിക്ക് അങ്ങനത്തെ വികാരങ്ങളില്ല. ഇപ്പോൾ ഇന്ന പാർട്ടി, ജാതി, മതം, എൻ്റെ ജാതി മനുഷ്യജാതി, മതം സ്നേഹമതം, അങ്ങനെ ഉള്ള യാതൊരു വികാരങ്ങളും എനിക്കില്ല. നമ്മളുടെ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതാണ് നമ്മുടെ ഒരു ഇത്. അങ്ങനെയാണ് യൂസ്ഡായി. അതാണ് അതിൻ്റെ ഒരു ഭാഗം. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്, പക്ഷെ ചെയ്തിട്ടില്ല അതുവരെ. തോന്നിയാ ചെയ്യണം. തൃശ്ശൂർ ഇതുവരെ കണ്ടിട്ടുള്ള വലിയൊരു ഫെസ്റ്റാണ് വരാൻ പോകുന്നത്. അപ്പം ചീഫ് ഗസ്റ്റുകളായിട്ട് ആർക്കാണ് സെലിബ്രിറ്റീസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ചീഫ് ഗസ്റ്റ് ആണ്, എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ അങ്ങനത്തെ ഒരു സ്കോപ്പില്ല. കാരണം വെച്ചാൽ ഒരു ആഘോഷമാണ്, എല്ലാവരും കൂടിയിട്ടുള്ളൊരു ആഘോഷമാണ്. അപ്പോൾ ആ കറക്റ്റ് ടൈമിങ് അവിടെ DJ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് എടുത്തിട്ട് നമുക്ക് പ്രസംഗമോ മറ്റു കാര്യങ്ങൾക്കോ അത് അങ്ങനെയാണ് പലരും അഭിപ്രായം പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ളവരൊക്കെ വിളിക്കണോ എന്നുള്ള ചിലപ്പോൾ പലരും പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഫങ്ഷൻ ആയതുകൊണ്ട് അതിനുള്ളൊരു ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എടുത്തത് അങ്ങനെ.